സിനിമയിലേക്കുള്ള നല്ലൊരു പേര് നൽകിക്കൊണ്ട് ആശീർവാദത്തിനുള്ള ഒരു ബൊക്കെ നൽകിക്കൊണ്ടാണ് വായന ഞങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് മലയാളത്തിന് വേണ്ടി ഇവിടെ ഇതാ സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന മലയാള സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അറിഞ്ഞതുകൊണ്ട് വിസ്മയനെ കാണാനായിട്ട് മലയാളികൾ ലോകമെക്കാളുമുള്ള മലയാളികൾ കൊതിക്കുകയായിരുന്നു. ആൻഡ് ലാസ ബീങ് എ പ്രൗഡ് ഫാദർ ആയിട്ട് ഞങ്ങളുടെ റാണിയുടെ ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇവിടെ സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ എന്റെ കാര്യം സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം, 48 വർഷം മുമ്പാണ്. പക്ഷെ അതൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല. അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു, അടുത്ത സിനിമയിൽ പിന്നെ വിജയ പൂക്കളിൽ ഓഡിഷൻ പോയി. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്റെ കുട്ടികള് സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട്. അതിലെല്ലാം സമ്മതിച്ച കാലമാണ് ഞാൻ വിശ്വസിച്ചത്. വളരെ കാലത്തിന് ശേഷം അപ്പോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു തോന്നി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടർ. അതുപോലെ തന്നെ അപ്പവും 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. അതുപോലെ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. മായ ആ സ്കൂളില് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു, ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിരുന്നു. അപ്പം ഇത് എങ്ങനെയാണ്, ഞാനും ഒരു സിനിമയിൽ എങ്ങനെ അഭിനയിക്കാനോ എന്റെ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല. കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു എന്നെ എന്റെ കൂടെ താഴ്വിടിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്, ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയത്. ഇത്ര നാൾ കൊണ്ട് നടന്നത് 48 years. അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും, ഒരു ഡിസ്റ്റൈൻ എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഞാൻ എന്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ്, വിസ്മയ മോഹൻലാൽ എന്നാണ്. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആക്സിഡന്റ് ആയിട്ടാണ്. വായിക്കും അതുപോലെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലും ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ഒരു പാരഫെർനാലിയുണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട്, ആന്റണി പെരുമ്പാവൂരുണ്ട്. അതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്ട് കിട്ടി, പാർലാമെന്റ് അഭിനയിക്കാൻ. അതിന്റെ പേര് തന്നെ തുടക്കം എന്നാണ്. ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അതിന് ഭാഗ്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു വാക്കുകളിലുപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവും. നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. എന്റെ കാര്യം, എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എന്റെ കോ സ്റ്റാർസ്, എന്റെ കൊളീഗ്സ്, എന്റെ ഡയറക്ടേഴ്സ്, എന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നിൽക്കുന്നത്, എന്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അതിനൊരു വലിയ ഒരു കോൺഗ്രസ്, ഒരു സംഘത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. സിനിമയിൽ പോലും നല്ല അഭിനേതാവാണെങ്കിലും ഞങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം, നല്ല സബ്ജക്റ്റുകൾ കിട്ടണം, നല്ല കൊളീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം. അപ്പൊ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അപ്പോഴും ഒരു സിനിമ റിലീസാകും. അപ്പൊ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ രണ്ടുപേർക്കും, ഒരു അച്ഛനെന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിൽ ഞാൻ അവരെ രണ്ടുപേരെയും ആശംസിക്കുന്ന, അഭിനന്ദിക്കുന്ന സ്നേഹപൂർവ്വം. ഒരു തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എടുത്ത് പറയാം. ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണം. ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ ദേ ഹാവ് ടു പ്രൂവ്, അല്ലെ, ഇവിടെ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധൻ, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കും ആദ്യം ഒരു സിനിമ അപ്പുവിനെ വെച്ച് ആന്റണി എടുക്കാൻ തീരുമാനിച്ച. ഇതുപോലെ തന്നെയാണ് തുടക്കം. എന്തായാലും വളരെ സന്തോഷം. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരാളെ കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. മറ്റാരുമല്ല, ആന്റണിയുടെ മകനാണ്. മകൻ വിളിച്ചിരിക്കാറ് ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ്. പിന്നെ
ഇതിലൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു. വേറെ ഒരു സിനിമയിൽ, കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റോള് അഭിനയിച്ചിട്ടുണ്ട്. മോനിപ്പം ദുബായിലാണ്, നമ്മുടെയാണ്. വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ, നല്ലൊരു മാർഷൽ ആർട്ട് ഒക്കെ ചെയ്യുന്ന ആളാണ്. വെരി നൈസ് പേഴ്സൺ. അപ്പൊ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം ചോദിച്ചാൽ അതല്ല, ഇതും കൂടെ അതിന്റെ ആഡഡ് അട്രാക്ഷൻ ആണ്. അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത്. ആന്റണി പറഞ്ഞ സാറേ ഇത് അറിയിക്കണം, നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം. കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ. പിന്നെ ആന്റണിക്കും അതിന്റെ ഒരു അഭിമാനം ഉണ്ട്. വളരെ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം മൈ ഫാമിലി, ഫ്രം ദി ഫ്രറ്റേണിറ്റി. എല്ലാ ഈശ്വരന്റെ സഹായം ഉണ്ടാകട്ടെ, ഭാഗ്യം ഉണ്ടാകട്ടെ, നല്ല കൊളീഗ്സ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി. ആന്റണി 2 വാക്ക് സംസാരിക്കാൻ